ജോസഫ് സാറിന്റെ കഥയാണ് പറയണത്. ജോസഫ് സാറ് ഒരു പാവപ്പെട്ട വീട്ടിൽ ജനിച്ച മനുഷ്യനാണ്. ഒരു കൂലിപ്പണിക്കാരനായ അപ്പന്റെയും ഒരു വീട്ടമ്മയായ അമ്മയുടെയും മകനായിട്ട് ജനിച്ചതാണ്. കഷ്ടപ്പെട്ട് പഠിച്ചാണ് ജോസഫ് സ്കൂളിൽ ജോലി മേടിച്ചത്. അതുകൊണ്ടാണ് ജോസഫ് സാറിന്റെ കഥയാണെന്ന് ഞാൻ പറഞ്ഞത്. ഇത് ജോസഫ് സാറിന്റെ കഥയാണ്. വളരെ ആത്മാർത്ഥതയോടെ തൻ്റെ അധ്യാപന ജോലി നിർവഹിക്കുന്ന മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹം പണത്തിന് വേണ്ടി പഠിപ്പിക്കുന്ന ഒരാളല്ല. അത് അദ്ദേഹം പഠിപ്പിക്കുന്ന എല്ലാ കുട്ടികളും മനസ്സിലാവും, അവരുടെ മാതാപിതാക്കന്മാർക്കും മനസ്സിലാവും. പഠിക്കാൻ പുറകെ നിൽക്കുന്ന കുട്ടികളെ ക്ലാസ് സമയം കഴിഞ്ഞ് സ്കൂളിൽ തന്നെ ഇരുത്തി ട്യൂഷൻ കൊടുക്കും. എല്ലാ അദ്ദേഹത്തിന്റെ അധ്യാപക ജോലി അദ്ദേഹത്തിന്റെ നിർവഹിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം എന്നും പറയും, പണമല്ല പ്രധാനപ്പെട്ടതാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുടെ വീടുകളിൽ അദ്ദേഹം പോയി സന്ദർശിക്കും. വീട്ടില് അപ്പനോ അമ്മയോ ആരെങ്കിലും ഒക്കെ രോഗക്കിടക്കയിലായാൽ അവർക്ക് വേണ്ടുന്ന സഹായങ്ങളും അദ്ദേഹം എത്തിച്ചു കൊടുക്കാനായിട്ട് നോക്കും. ജോസഫ് സാറ് കല്യാണം കഴിച്ചു. അദ്ദേഹത്തിന് 3 മക്കളാണ് ഉണ്ടായത്. സഞ്ജയ്, അജയ്, വിജയ്. 3 ആൺമക്കളാണ്. അങ്ങനെ തൻ്റെ കുടുംബം അദ്ദേഹം മനോഹരമായിട്ട് നോക്കുന്നു. തൻ്റെ ഭാര്യയ്ക്കും ഒരു ചെറിയ ജോലിയുണ്ട്, ഒരു ചെറിയ പ്രൈവറ്റ് സ്കൂളിൽ. ജോസഫ് സാറ് ഒരു സർക്കാർ സ്കൂളിൽ പഠിപ്പിക്കുകയാണ്. അദ്ദേഹം വളരെ മികച്ച രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട്. കാലങ്ങൾ മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പം അദ്ദേഹത്തിന് ഹെഡ് മാസ്റ്ററായിട്ട് ഉദ്യോഗക്കയറ്റം കിട്ടി. നാട്ടിലെ സ്കൂളിൽ തന്നെ അദ്ദേഹം ഹെഡ് മാസ്റ്ററായി. അദ്ദേഹത്തിന്റെ മക്കളും ആ സമയത്ത് വളർന്നു വന്നു. അദ്ദേഹം ഈ റിട്ടയർമെന്റിന്റെ പ്രായമായപ്പോൾ റിട്ടയർ ചെയ്തു. 3 ആൺമക്കളാണ്. ചെറിയ രാഷ്ട്രീയ പ്രവർത്തനം സാറിനുണ്ട്. അപ്പൊ സാർ റിട്ടയർ ആയി കഴിഞ്ഞപ്പം നേരത്തെ ചെറിയ രീതിയിൽ ഉണ്ടായിരുന്നത് ഇനിയിപ്പോൾ മുഴുവൻ സമയവും ഒരു നല്ല പാർട്ടി പ്രവർത്തകനായിട്ട് അദ്ദേഹം മാറി. അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പണമല്ലായിരുന്നു, അദ്ദേഹത്തിന്റെ അഭിമാനമായിരുന്നു. ഈ 3 മക്കളിൽ ഒരുത്തൻ സഞ്ജയ്, അവൻ അത്ര വെടിപ്പല്ല. അങ്ങനെയാണ് അവനെ കുറിച്ച് പറയേണ്ടത്. അവന് കയ്യിലുള്ള എല്ലാ കുരുത്തക്കേടുകളും ഉണ്ടായിരുന്നു. അവൻ സാറ് പഠിപ്പിച്ച സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്. കോളേജിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ചിത്രമൊക്കെ മാറി. അവന് ചെറിയ വഴിവിട്ട ബന്ധങ്ങളുണ്ടായിരുന്നു. അവന്റെ കുറെ കൊള്ളരുതായ്മകൾ പല സ്ഥലത്ത് വെച്ച് അവന് പിടിക്കുമായിരുന്നു. മദ്യപാനം തുടങ്ങി, ചെറിയ രീതിയിൽ മയക്കുമരുന്ന് ഉപയോഗം തുടങ്ങി. അത് മാത്രമല്ല, പല പെൺകുട്ടികളെയും അവൻ പല രീതിയിൽ ദുരുപയോഗിക്കാനും നോക്കുന്നുണ്ടായിരുന്നു. കാലങ്ങൾ പിന്നെയും കുറച്ചുകൂടെ മുമ്പോട്ട് പോയി. ഈ രാഷ്ട്രീയ പ്രവർത്തകനായ ജോസഫ് സാറ് ആ വർഷത്തെ പഞ്ചായത്ത് ഇലക്ഷനിൽ തെരഞ്ഞെടുപ്പിൽ നിന്നു. ആ തെരഞ്ഞെടുപ്പിൽ ജോസഫ് സാറ് വളരെ മനോഹരമായിട്ട് ജയിച്ചു. സാറിന്റെ പാർട്ടിക്ക് അത്ര നല്ല ഭൂരിപക്ഷം കിട്ടിയില്ല. ഒരു 3 സ്വതന്ത്രരുടെ പിന്തുണ കൂടെ കിട്ടിയാലേ പാർട്ടിക്ക് ആ പഞ്ചായത്ത് ഭരിക്കാനായിട്ട് വരാൻ സാധ്യതയുള്ളൂ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ നമ്മുടെ സഞ്ജയെ ഒരു പോക്സോ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ്. പല പ്രാവശ്യം സഞ്ജയെ ജോസഫ് സാർ തിരുത്തി കൊടുത്തിട്ടുണ്ട്, നല്ല വഴിക്ക് നടത്തിയിട്ടുണ്ട്. പോക്സോ കേസിൽ അറസ്റ്റിലായതോടുകൂടി അവന്റെ നില ഭയങ്കര പരിങ്ങലിലായി. ഈ ഇലക്ഷന്റെ റിസൾട്ടും ഒക്കെ വന്നു നിൽക്കുന്ന സമയമായതുകൊണ്ട് ജോസഫ് സാറിനോട് പാർട്ടി പറഞ്ഞു അവന്റെ കാര്യത്തിൽ അധികം ഇടപെടരുതെന്ന്. പക്ഷെ ജോസഫ് സാർ പറഞ്ഞു, അവൻ എൻ്റെ മകനാണ്, അവന്റെ കാര്യത്തിൽ ഞാൻ ഇടപെട്ടു, അവനെ തള്ളി പറയാൻ ഞാനില്ല. അവൻ കുറ്റക്കാരനാണെങ്കിൽ നാടിന്റെ നിയമം അനുസരിച്ച് അവനെ ശിക്ഷിച്ചോട്ടെ, പക്ഷെ അവന് വേണ്ടുന്ന നിയമസഹായം അവന്റെ അപ്പൻ എന്ന നിലയിൽ ഞാൻ എങ്ങനെയും കൊടുക്കും. എൻ്റെ വീട്, എൻ്റെ പണം, അത് ഞാൻ അതിനു വേണ്ടി ഉപയോഗിക്കും. പാർട്ടിക്ക് ഇത് വലിയ പ്രതിസന്ധിയായി. കാരണം ഈ 3 സ്വതന്ത്രര് ഈ പാർട്ടിയെ പിന്തുണയ്ക്കണമെങ്കിൽ ജോസഫ് സാറ് പഞ്ചായത്ത് പ്രസിഡന്റ് ആവാൻ പാടില്ലെന്ന് അവര് കട്ടായം പറഞ്ഞു. ജോസഫ് സാറ് തന്റെ പഞ്ചായത്ത് മെമ്പർ സ്ഥാനം രാജിവെച്ച് മകന്റെ ഒപ്പം നിന്നു. കഥകളിലൂടെ ചില ജീവിതാനുഭവങ്ങൾ പറയണ എൻ്റെ പാഠം ഈ ഭാഗം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ജോസഫ് സാറ് മകന്റെ കൂട്ടത്തില് നിന്നു. മകൻ എന്ത് മാറ്റം ഉണ്ടായി, മകൻ എങ്ങോട്ട് പോയി, ജോസഫ് സാറിന്റെ ഭാവി എന്തായി, ഇതിലേക്കൊന്നും ഞാൻ കടക്കണില്ല. കഥ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം ഇതിന്റെ മുൻപോട്ടുള്ള പോക്ക് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ വേണ്ടി, നിങ്ങൾക്ക് അത് വിചാരിക്കാൻ വേണ്ടി, നിങ്ങൾക്കിത് ചിന്തിക്കാൻ വേണ്ടി, ആ ചിന്തയും ആ വിചാരവും ആ ഊഹവും ഈ കഥയിൽ നിന്നുള്ള നിങ്ങൾക്കുള്ള പാഠമായിട്ട് മാറുമെന്ന പ്രത്യാശയോടെ ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി.